നമസ്കാരം. സൂര്യകാന്തി കുടുംബത്തിലെ ഒരു ഏഷ്യൻ സസ്യമാണ് പുഷ്കരമൂല. പാർശ്വശൂലം, ശ്വാസം, കാസം എന്നീ അസുഖങ്ങൾക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പുഷ്കരമൂലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അസ്റ്ററേസി കുടുംബത്തിലെ ഇനുല ജനുസിൽ റസിമോസ ഇനമാണ് പുഷ്കരമൂല. ഇതിന്റെ ശാസ്ത്രീയ നാമം ഇനുല റസിമോസ എന്നുള്ളതാണ്. ഇത് കൂടാതെ ഇനുല റോയിലിയാന, ഇനുല ഹെലിനിയം റസമോസം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. മലയാളത്തിൽ ഇതിനെ പുഷ്കരമൂലം എന്നും വെള്ളക്കൊട്ടം എന്നും വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ഇലാക്കാമ്പെയിൻ എന്നുള്ളതാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ പുഷ്കര, പത്മപത്രം, പുഷ്കരമൂല, കാശ്മീരം, കുഷ്ഠഭേദ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ പുഷ്കരമൂൽ എന്നാണ് വിളിക്കുക. കന്നഡ ഭാഷയിൽ ഇതിനെ രസ്നഭേദ എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ പുഷ്കരമൂൽ എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ പുഷ്കരമൂലം എന്നും നെട്ടുത്താമരക്കിഴങ്ങ് എന്നും വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. സിൻജിയാങ്, അഫ്ഗാനിസ്ഥാൻ, കാശ്മീർ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ മിതശീതോഷ്ണ ആൽപൈൻ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ സ്വദേശിയാണ് പുഷ്കരമൂലം. 2100 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് പുഷ്കരമൂലം സ്വാഭാവികമായി വളരുന്നത്. കാശ്മീരിലും ഹിമാലയൻ സാനുക്കളിലുമാണ് ഇത് കാണപ്പെടുന്നത്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യമാണ് പുഷ്കരമൂലം. രൂപവിവരണം നോക്കാം. 1.5 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് പുഷ്കരമൂലം. ഇലകളുടെ ഉപരിതലം പരിപരുത്തതും കീഴ്ത്തലം രോമാവൃതവുമാണ്. ഇലകൾ ഞെട്ടില്ലാതെ തണ്ടിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇലകൾക്ക് 20 തുടങ്ങി 45 സെന്റിമീറ്റർ വരെ നീളവും 12.5 തുടങ്ങി 20 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. മഞ്ഞ പൂക്കളാണ് ഇവയ്ക്കുണ്ടാകുക. ജൂലൈ തുടങ്ങി സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് പൂവിടുന്നത്. ഫലം 0.4 സെന്റിമീറ്റർ നീളമുള്ള രക്തനിറമുള്ളതുമാണ്. പുഷ്കരമൂലത്തിന്റെ വേര് കൊട്ടത്തിനോട് സാമ്യമുള്ളതാണ്. ഇളം വേരുകൾക്ക് കർപ്പൂരത്തിന്റെ ഗന്ധം ഉണ്ടാകും. മൂത്ത വേരുകൾക്ക് അത്ര സുഗന്ധം ഉണ്ടാകില്ല. ഇനങ്ങളെ നോക്കാം. അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ട റവോൾഫിയ കാന എന്ന ഇനത്തെ ചിലപ്പോൾ പുഷ്കരമൂലമായി എടുത്തു വരാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. സെസ്കിറ്റെർപിൻ ലക്ടോണുകളുടെ സമ്പന്നമായ സ്രോതസ്സാണ് പുഷ്കരമൂലം. ഇതിന്റെ വേരിൽ 10% ഇനുലിൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അലൻഡോലാക്ടോൺ എന്നറിയപ്പെടുന്ന ലഘു തൈലവുമുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. വേരാണ് ഔഷധയോഗ്യമായ ഭാഗം. ആയുർവേദത്തിൽ കാർഡിയോ പ്രൊട്ടക്റ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. നെഞ്ചുവേദന, ചുമ, ശ്വാസതടസ്സം എന്നിവയ്ക്കുള്ള മരുന്നായി ഒറ്റയ്ക്കും മറ്റു മരുന്നുകളുടെ കൂടെയും ഇത് ഉപയോഗിക്കാറ്. ശ്വാസകോശത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. കൃമിനാശിനിയാണ്. കഫത്തെയും വാതത്തെയും വേദനയും ശമിപ്പിക്കുന്നതാണ്. വിത്തിന് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അർശസ്, പ്രമേഹം, വിശപ്പില്ലായ്മ, വയറുവീർപ്പ്, മൂത്രത്തിൽ കല്ല്, മൂത്രതടസ്സം, ധാതുക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ശമിപ്പിക്കാനുള്ള പ്രത്യേകമായി തയ്യാറാക്കുന്ന ദശമൂലാരിഷ്ടത്തിൽ പുഷ്കരമൂലം ചേർക്കാറുണ്ട്. ഏകാദശധികം പ്രസാരണി തൈലം, അങ്കോലാദി തൈലം, അങ്കാരതൈലം, അണുതൈലം, നാസികാചൂർണം എന്നിവ പ്രത്യേകമായി തയ്യാറാക്കുമ്പോൾ പുഷ്കരമൂലം ചേർക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഇക്കിൾ, ശ്വാസം, കാസം, പാർശ്വവേദന എന്നിവയ്ക്ക് ആരംഭത്തിൽ പുഷ്കരമൂലം അല്പം ഏലക്കായും ചേർത്ത് പൊടിച്ച് 3 ഗ്രാം വീതം ദിവസം 2 നേരം വെച്ച് പതിവായി കഴിച്ചാൽ ഭേദമാകും. 2. വളരെ പഴക്കമുള്ള വ്രണം പുഷ്കരമൂലത്തിന്റെ കഷായം വെച്ച് കഴുകുകയും പുഷ്കരമൂലം, കരിനൊച്ചി എന്നിവ ഉണക്കിപ്പൊടിച്ച് സമം ചേർത്ത് പൊടിച്ച പൊടി വ്രണത്തിൽ വിതറിയാൽ അതിവേഗം സുഖമാകും. 3. പുഷ്കരമൂലത്തിന്റെ വേര് ഉണക്കിപ്പൊടിച്ച പൊടിക്ക് സമം ഇന്ദുപ്പ്, കായം ഇവ ചേർത്ത് ഒന്നിച്ചുണ്ടാക്കിയ ചൂർണം 3 ഗ്രാം വീതം ദിവസം 2 നേരം വെച്ച് ചൂടുവെള്ളത്തിൽ കുറച്ചു ദിവസം കഴിച്ചാൽ വൃക്കപ്രദേശത്തുണ്ടാകുന്ന വേദന, അശ്മരി കൊണ്ടുണ്ടാകുന്ന ഉദരശൂലം എന്നിവ ശമിക്കുന്നതാണ്. 4. ചുമയും കഫക്കെട്ടുമുള്ള കുട്ടികൾക്ക് പുഷ്കരമൂലത്തിന്റെ പൊടി 1/2 ഗ്രാം വീതം ദിവസം 3 നേരം തേൻ ചേർത്ത് കൊടുത്താൽ ശമനമുണ്ടാകും. ഈ അറിവുകൾ പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അത് പ്രയോഗിക്കുമ്പോൾ വിദഗ്ധനായ വൈദ്യന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വേണം ചെയ്യാൻ. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.